ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈദ് ഡേ വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഫസ്റ്റ് പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഒരുപാട് ലോങ് ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ സെക്കൻഡ് പാർട്ടായിട്ടൊക്കെ ഇടുന്നത്. അപ്പോൾ ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത് അൽക്കോബാറിലുള്ള വില്ല പാർക്ക് എന്ന് പറയുന്ന ഹോട്ടലിലാണ്. അപ്പോൾ ഇവിടെ എത്തുന്നത് വരെയുള്ള വീഡിയോ ഞാൻ കഴിഞ്ഞ പാർട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ പോയി അത് കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഹോട്ടലിലെ നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ, അതുപോലെ ഇവിടെ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അൽക്കോബാറിലൊക്കെ ഉള്ളവർ ഒരു 1 ഡേ അല്ലെങ്കിൽ 2 ഡേയ്സ് ഒക്കെ വന്ന് നിൽക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹോട്ടലാണ് കേട്ടോ. അതുപോലെ തന്നെ അൽക്കോബാറിൽ നമ്മൾ വിസയൊക്കെ പുതുക്കാൻ വേണ്ടി വരുമ്പോൾ ഒരു 2 ഡേയ്സ് 1 ഡേയ്സ് ഒക്കെ അടിച്ച് പൊളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹോട്ടലാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതോടൊപ്പം പുതിയ വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞങ്ങളിവിടെ എടുത്തിട്ടുള്ളത് ഒരു 2 നൈറ്റിന് വേണ്ടിയിട്ടാണ്, 2 ഡേയ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു സ്റ്റുഡിയോ റൂം പോലത്തെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റൂമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ബ്രദറാണ് ഈ ഒരു റൂം ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. കാരണം അവർ എല്ലാ വീക്കിലും ഇങ്ങോട്ടേക്ക് വന്ന് നിൽക്കലുണ്ട്, ഇവിടെ 1 ഡേ വന്ന് നിൽക്കലുണ്ട്. അപ്പോൾ അവർക്ക് ബുക്ക് ചെയ്യാൻ എളുപ്പമായതുകൊണ്ട് തന്നെ അവനാണ് ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവന് ബുക്ക് ചെയ്ത സമയത്ത് ഒരു ഹാളും സെപ്പറേറ്റ് റൂമും ഒക്കെ ഉണ്ടായിട്ടുള്ള റൂമാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയത് ഇങ്ങനെ ഒരു റൂമാണ്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള റൂം തന്നെയാണ് കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് TV ഉണ്ട്, അതുപോലെ ഓവൻ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഫ്രിഡ്ജ് ഉണ്ട്, അതുപോലെ നമ്മൾ കോഫി ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടിയിട്ട് കെറ്റിലുണ്ട്. പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. 2-3 ഷെൽഫുകളുണ്ട്, നമസ്കരിക്കാനായിട്ടുള്ള മുസല്ല, അങ്ങനെയെല്ലാം പൊതുവേ എല്ലാ ഹോട്ടലിലും ഉള്ളതുപോലെ തന്നെ എല്ലാം ഉണ്ട്. പിന്നെ ഈദായതുകൊണ്ട് തന്നെ കുറച്ച് എമൗണ്ട് കുറച്ച് കൂടുതലായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത്. പിന്നെ ഇതിൻ്റെ ലൊക്കേഷനും അതുപോലെ എത്ര എമൗണ്ടാണ് 1 ഡേക്ക് വരിക എന്നുള്ളതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി കേട്ടോ, ഞാൻ റീപ്ലൈ തരുന്നുണ്ട്. ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും ഒരു 12 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എങ്ങോട്ടേക്കും കറങ്ങാനൊന്നും ഇറങ്ങണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചിങ്ങനെ ലേറ്റായിട്ട് വന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് കുറച്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട്, കാറിന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അത് മൊത്തത്തിൽ ആരും കുടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളത് ഞാനിങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഇനിയിപ്പോൾ ഇന്ന് പുറത്തൊന്നും പോകുന്നില്ല. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് പുറത്ത് പോകണം. വന്ന ഉടനെ തന്നെ റെൻകാക്കൊക്കെ TV ഓണാക്കി മക്കൾക്ക് TV ഇട്ട് കൊടുത്തേക്കാണ്. ഇപ്പോൾ റെൻകാക്ക ഇപ്പോൾ യൂറോ കപ്പ് ഫുട്ബോൾ കളി നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് കുറച്ച് നേരം അങ്ങനെ കണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ ഇവിടെ അടുത്ത് ഏതാ ഹോട്ടലിൽ ഉള്ളത് ഒന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ലൊക്കേഷൻ ഒന്ന് നോക്കിയിട്ട് വേണം ഹോട്ടലൊന്ന് റെസ്റ്റോറൻറ്റ് ഏതെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങി. ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് റൂമിൽ നിന്ന് കഴിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ മക്കൾക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കഴിക്കുന്നതിലാരൊക്കെ ഇഷ്ടം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്നാക്സോ സ്വീറ്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നതാണ്. അപ്പോൾ കാറിൽ നിന്ന് അങ്ങനെ വരുമോ ഇവിടെ എത്തുവോളം എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിച്ചങ്ങനെ വന്നേക്കാണ്. ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ഹോട്ടലിൽ കയറി കഴിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഐസ്ക്രീമായിട്ടും സാലഡായിട്ടും ഞാൻ പിന്നെ കയ്യിൽ കുറച്ച് സാലഡും അങ്ങനെയൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് ഇത്രയും നേരം എത്തിയത് ഇവിടെ നിന്ന് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വിശന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ നിന്ന സമയത്ത് ഇനിയിപ്പോൾ 2 ദിവസം ഞങ്ങൾ ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തും ഒരു എണീക്കുമ്പോൾ ഒരു 2 മണി ഒക്കെ ആവും. പിന്നെ നമസ്കാരവും കുളിയൊക്കെ കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ സ്നാക്സോ ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ട് സ്നാക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിക്കലാണ് കേട്ടോ. നൈറ്റിൽ നല്ലൊരു അടിപൊളി ഫുഡായിട്ട് അങ്ങനെ കഴിക്കലാണ്. അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് വിശന്ന് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നേരം നല്ല അടിപൊളി ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് അത് കഴിക്കാനും തോന്നും. പിന്നെ എന്തെങ്കിലും ഒരു വെറൈറ്റി ഫുഡാകുമ്പോൾ നന്നായിട്ട് കഴിക്കാനും തോന്നും. അങ്ങനെയാണ് മക്കൾ എന്ന് പറഞ്ഞാൽ അല്ലാതെ കുറേ ഫുഡൊന്നും കഴിക്കില്ല. അങ്ങനെ വെറൈറ്റി എന്തെങ്കിലും ഫുഡാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലോണം കഴിച്ചോളും. അതും ഒരു നേരമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നല്ലോണം കഴിക്കും കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ മക്കൾക്ക് വിശക്കുമ്പോൾ കുറേ ഫ്രൂട്ട്സും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട്. ഈ ഒരു നേരെ നല്ല ഒരു അടിപൊളി ഫുഡ് കഴിക്കുന്ന ഒന്നുള്ളൂ. അങ്ങനെ ഞങ്ങളിവിടെ അടുത്തുള്ള റെസ്റ്റോറൻറ്റ് ഏതെങ്കിലും ഉണ്ടോ എന്ന്
ലൊക്കേഷന് അടിച്ചു കൊടുത്ത് ലൊക്കേഷനിൽ നോക്കി പോയ സമയത്ത് തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റ് കണ്ടില്ല കേട്ടോ. ഈ ഒരു വില്ല പാർക്കിൻ്റെ അപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു ഒരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഞങ്ങൾ ലൊക്കേഷൻ നോക്കി കറങ്ങി ഞങ്ങൾ ഈ ഒരു വില്ല പാർക്ക് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ വീണ്ടും എത്തിപ്പെട്ടു. പിന്നെ നോക്കിയപ്പോൾ കണ്ടത് തൊട്ടടുത്ത ഈ ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല ഫുഡ് ഐറ്റംസ് തന്നെയുണ്ട്. അപ്പോൾ റെസ്റ്റോറൻറ്റ് കാണാത്ത സമയത്ത് റെൻകാക്ക പറഞ്ഞ് നമുക്ക് ബ്രോസ്റ്റ് വാങ്ങാം അല്ലെങ്കിൽ അൽബേക്കോ എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞു. കാരണം എവിടെ പോകണമെന്നുണ്ടെങ്കിലും അധികവും കഴിക്കൽ ബ്രോസ്റ്റഡോ അല്ലെങ്കിൽ അൽബേക്കൊക്കെയാണ് കഴിക്കൽ. അപ്പം ഞാൻ പറഞ്ഞതാണ് കേട്ടോ, ഇന്നെന്തെങ്കിലും നമുക്ക് വെറൈറ്റി ആയിട്ട് റൈസൊന്നും ഇല്ലാതെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് കയറിയപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് ഓർഡർ ചെയ്തതാണ്. റെൻകാക്ക് ഗ്രിൽ ചിക്കനാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. എവിടെ ചെന്നാലും അതുണ്ടെങ്കിൽ അതാണ് വാങ്ങിക്കാറുള്ളത്. റെൻകാക്ക് ഗ്രിൽ ചിക്കനും ആനിക്ക് പിന്നെ പിസ്സ കഴിക്കണമെന്ന് കുറേ ആയിട്ട് പറയണം. ഞങ്ങൾ ഇതുവരെ പുറത്തുനിന്ന് പിസ്സ വാങ്ങി കഴിച്ചിട്ടില്ല. കാരണം റെൻകാക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, എനിക്കും അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമല്ല. ആനിക്ക് ഇങ്ങനെ പുറത്തുനിന്ന് ഒന്ന് കഴിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വീട്ടിൽ എപ്പോഴും ഇടയ്ക്ക് വെച്ച് ഉണ്ടാക്കാറുണ്ട് അവന് ഇഷ്ടമായതുകൊണ്ട് തന്നെ. അപ്പോൾ ഒന്ന് പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പിസ്സ ഉള്ളതുകൊണ്ട് തന്നെ അവന് പിസ്സ ഓർഡർ ചെയ്തു. അപ്പോൾ ഞാൻ ഇവിടെ ചിക്കൻ കബാബ് ഇതിൽ കണ്ടപ്പോൾ അത് ഓർഡർ ചെയ്തു. അങ്ങനെ 3 ഫുഡ് ഐറ്റംസാണ് ഓർഡർ ചെയ്തത്. എല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ പിസ്സ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് ഇല്ലായിരുന്നു. കാരണം വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് ചിക്കന് സ്പൈസി ആയിട്ട് കൂടുതൽ ഇട്ടിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. ഇതിൽ ചിക്കന് ഒരുപാടൊന്നുമില്ലായിരുന്നു, കുറച്ച് മാത്രമേ ഉള്ളായിരുന്നു. കൂടുതലായിട്ടും ഒലീവ്സും ഒക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ റെസിപ്പിയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ ഒലീവ്സ് ഇടാറില്ല, മക്കൾക്ക് വലിയ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആനി വല്ലാതെ ഒന്നും കഴിച്ചില്ല. ആനി കഴിച്ചത് എൻ്റെ ചിക്കൻ കബാബാണ് കേട്ടോ. അപ്പോൾ അത് ചിക്കൻ പിസ്സ കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളതൊക്കെ മക്കളൊക്കെ നന്നായിട്ട് കഴിച്ചു. കാരണം ഉച്ചയ്ക്ക് വേറെ ഒന്നും കഴിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ കഴിച്ചത് കേട്ടോ, അല്ലെങ്കിൽ ഒട്ടും കഴിക്കില്ല. അപ്പോൾ ഏതായാലും ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ ഒരു വില്ല പാർക്കിൽ റൂം എടുക്കാൻ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുന്നവർക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ, ഇവിടെ വന്നാൽ മതി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ റൂമിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ പാർക്കിങ് ഫുള്ളായിരുന്നു. അപ്പോൾ പാർക്കിങ്ങിന് സ്ഥലം കിട്ടാത്തതുകൊണ്ട് തന്നെ റെൻകാക്ക വണ്ടി പാർക്ക് ചെയ്ത് വരാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിവിടെ താഴെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ മക്കൾ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിരുന്നു. കുറച്ച് നേരമൊക്കെ അങ്ങനെ സംസാരിച്ചിരുന്ന് സുബഹി നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കിടന്നത്. പിന്നെ ഒരു 2 മണിയൊക്കെ ആയപ്പോൾ എണീറ്റു. അപ്പോൾ എണീറ്റ ഉടനെ തന്നെ ഞാൻ കോഫി ഉണ്ടാക്കാനായിട്ട് കെറ്റിലിൽ വെള്ളം വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ കഴിക്കാനായിട്ട് ഇന്നലത്തെ പിസ്സ ഉണ്ടായിരുന്നു. അത് വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചപ്പോൾ ഞാനിവിടെ ഏതായാലും ഫ്രിഡ്ജ് ഉണ്ടല്ലോ, അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഓവനും ഉണ്ട് ചൂടാക്കാനായിട്ട്. അപ്പോൾ ആ ഒരു പിസ്സയും ഒന്ന് ചൂടാക്കി എടുത്തു. അതുപോലെ തന്നെ ഞാൻ കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്ന വഴിക്കും കുറേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ട് കോഫിൻ്റെയും ചായൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഉച്ചക്ക് എണീറ്റാലും അങ്ങനെ പ്രത്യേകിച്ചൊന്നും കഴിക്കില്ല. പിന്നെ മക്കളോട് ഞങ്ങൾ ചോദിച്ചു ലഞ്ച് എന്തെങ്കിലും ചോറെന്തെങ്കിലും വാങ്ങിക്കൊണ്ടിരുന്ന അവർ ഒട്ടും സമ്മതിക്കണില്ല. കാരണം അവർക്ക് ഒട്ടും ഇഷ്ടമല്ല അങ്ങനെ വരുമ്പോൾ ചോറ് കഴിക്കാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ വെറൈറ്റി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇവരുടെ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 9 മണി മുതൽ 10:30 മണി വരെയാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം. ആ ടൈമിൽ നമ്മൾ താഴെ പോയി കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ ഞങ്ങൾ ഉറങ്ങുന്ന ആ ഒരു ടൈം ആയതുകൊണ്ട് എണീറ്റിട്ട് പോയി കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അലാറമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഉറക്കത്തിൽ അലാറമൊക്കെ ഓഫാക്കി റെൻകാക്ക നമുക്ക് ഫുഡ് പുറത്തുനിന്ന് വാങ്ങാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തത്. അങ്ങനെ പറഞ്ഞ് കിടന്നതാണ്. പക്ഷേ എണീറ്റപ്പോൾ ഫുഡ് വാങ്ങിക്കാൻ നിന്നപ്പോൾ ആർക്കും ഫുഡ് വേണ്ട. അങ്ങനെ ഞങ്ങൾ ഇവിടെയുള്ള സ്നാക്സും ആ ഒരു പിസ്സയൊക്കെ കഴിച്ച് ഇവിടെ താഴെ സ്വിമ്മിംഗ് പൂളുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അപ്പം മക്കൾ കാര്യമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഹോട്ടൽ റൂം എടുത്തത് മക്കളെ ഒരു നിർബന്ധത്തിലാണ്. കാരണം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നാട്ടിൽ ഞാൻ പോയ സമയത്ത് ഇങ്ങനെ വീഡിയോസ് ഒരുപാട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് മുതൽ മക്കൾ ഞങ്ങൾ ഫാമിലിയൊക്കെ പോയ സമയത്ത് സ്വിമ്മിംഗ് പൂളിൽ എല്ലാവരും നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വിമ്മിംഗ് പൂളിൽ ഇങ്ങനെ റൂം എടുത്ത് നിൽക്കുന്നതും കളിക്കുന്നതൊക്കെ.
അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഞങ്ങളിങ്ങനെ റൂം എടുത്ത് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ ഈ ഒരു സ്വിമ്മിംഗ് പൂളിൽ കളിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ റൂം എടുത്ത് ഇവിടെ നിൽക്കുന്നത് കേട്ടോ. ഇപ്പോൾ താഴെ വന്നപ്പം വേറെയും ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മക്കൾക്ക് കളിക്കാനായിട്ട് കുറേ സ്ലൈഡ്സും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ കുറച്ച് ഗെയിമുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ അങ്ങനെ ഗെയിം കണ്ടപ്പോൾ ഞാനും ആനിയും റെയിൻകാക്കിയൊക്കെ ഒന്ന് കുറച്ച് നേരം അങ്ങനെ അവിടെ കളിച്ചിരുന്നു. കാരണം പൂളിൽ വേറെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഒന്ന് പോട്ടെ എന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഗെയിം ഇവിടെ അങ്ങനെ കളിച്ചിരുന്നു. ഇപ്പോൾ സ്വിമ്മിംഗ് പൂളിൻ്റെ ടൈം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 12 മണി മുതൽ നൈറ്റിൽ 12 മണി വരെയാണ്. ഞാൻ കാണിച്ചു ഈ കുഴിക്ക് നമ്മൾ വെച്ചു അഞ്ച് രണ്ട് അങ്ങനെ കുറേ നേരം ഇവർ സ്വിമ്മിംഗ് പൂളിൽ കളിച്ചിരുന്നു. മക്കൾക്കായിട്ട് സെപ്പറേറ്റ് ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ. ഒരുപാട് ആഴമൊന്നും ഇല്ലാത്ത ഭാഗം. അവർ അതിലല്ല ഇറങ്ങിയത്. പാപ്പാൻ്റെ കൂടെ തന്നെ എല്ലാവരും ഇറങ്ങുന്ന ഇതിലാണ്. ഇതിലിപ്പോൾ ഒരു ഭാഗത്ത് മക്കളങ്ങനെ മുങ്ങാത്ത രീതിയിൽ വെള്ളമുള്ളൂ. അതിൻ്റെ മറ്റേ സൈഡിൽ ഒരുപാട് നല്ല ആഴമുണ്ട് കേട്ടോ. അങ്ങനെ കുറേ നേരം അതിൽ കളിച്ചു. അവരോട് പിന്നെ കയറാൻ പറഞ്ഞാൽ കയറിയില്ല. പറഞ്ഞ് പിന്നെ നിർബന്ധിച്ച് വലിച്ചു കൊണ്ടുവന്നൊക്കെയാണ്. അങ്ങനെ തിരിച്ച് റൂമിലോട്ട് വന്ന് അങ്ങനെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മാറ്റി ഒരുങ്ങി പുറത്തോട്ട് ഇറങ്ങി. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണാൻ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. കാരണം ഈ ഒരു ദിവസം മാത്രമേ ഞങ്ങൾക്ക് കറങ്ങാൻ കിട്ടുകയുള്ളൂ. കാരണം പിറ്റേ ദിവസം ഞങ്ങൾക്ക് വിസ പുതുക്കാനായിട്ട് പോകണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ തിരിച്ച് റൂമിലോട്ട് പോകണം. പിന്നെ പകലൊന്നും ഞങ്ങൾ ഇറങ്ങാതിരുന്നതിൻ്റെ കാരണം ഞാൻ റെൻകാക്കാനെ കുറേ നിർബന്ധിച്ചിരുന്നു. കാരണം ഒരു ദിവസം 2 ദിവസം ഇവിടെ റൂം എടുത്താണല്ലോ. അപ്പോൾ മൊത്തത്തിൽ ഇവിടെ ഒക്കെ ഒന്ന് കറങ്ങി കാണാമെന്ന് വിചാരിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തന്നെ വേണ്ടാന്ന് പറഞ്ഞു. കാരണം അത്രക്കും ചൂടാണ്. നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയാൽ ഒന്നിനും തോന്നില്ല. ഒരു 6 മണിയൊക്കെ ആവുമ്പോൾ ഇറങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ടൈമിൽ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ
പോകുന്നത് ഇവിടെ ദമാമിൽ ഒരു ഡോൾഫിൻ വില്ലേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർക്കുണ്ട്, അങ്ങോട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ യൂട്യൂബിലും അതുപോലെ ഗൂഗിളിലൊക്കെ കുറേ സെർച്ച് ചെയ്ത് ഇവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ളതൊക്കെ നോക്കിയപ്പോൾ ഞാനിങ്ങനെ ഒരു ഡോൾഫിൻ വില്ലേജ് പാർക്ക് കണ്ടു. അപ്പോൾ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷാർക്ക്, ഡോൾഫിന്, അങ്ങനത്തെ ഫിഷുകളൊക്കെ, വലിയ വലിയ ഫിഷുകളൊക്കെ കാണാൻ കുറേ ആയിട്ട് അക്വേറിയം കാണാൻ പോകാമെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് അവർക്ക് കുറച്ച് ഇൻട്രസ്റ്റഡ് ആവും എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സ്ഥലം സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇന്ന് അങ്ങോട്ടേക്കാണ് ഇനി പോകുന്നത്. ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി ഞാൻ ഫിനിഷ് ചെയ്യാണ്. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് ഡേ നമ്മുടെ ഡോൾഫിൻ വില്ലേജ് പാർക്കിൻ്റെ വിശേഷങ്ങളായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞതുപോലെ ആർക്കെങ്കിലും പുതിയ വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത ദിവസം നമുക്ക് നമ്മുടെ ഡോൾഫിൻ വില്ലേജ് പാർക്കിലെ വിശേഷങ്ങളൊക്കെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ.